ലുക്ക് ഗൈസ്, അത് നമ്മുടെ 3rd ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമയം 10 മണി. നേരത്തെ ചീഞ്ഞ് ഈ സാധനം ചോന്ന് മോളിൽ കയറ്റാനായിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കാർഡ് സെറ്റപ്പ്. ഇവിടെ പച്ചമൃഗാദികളൊക്കെ ഇരിക്കണുണ്ടോ? ഫുൾ പക്ഷികളൊക്കെ ഇതിനകത്ത് അയച്ചിട്ട് ഒരു മൂട്, ഏത് മൂട്? കാട് മൂട്. അങ്ങനെ അയച്ചിരുന്ന പരിപാടിയാണ്. ഇതിനകത്ത് കുറച്ച് ഈസി സെറ്റ് ചെയ്യണം എന്നുള്ളതല്ല, നമ്മളെ ഈസി കിട്ടാണ്ടോ. ഇതിൻ്റെ ലെപ്പുറത്ത് അങ്ങനെ കുറച്ച് ഈസികളുണ്ട്. ഇതാണ് അതിൻ്റെ കൂട്. ഇപ്പം ആളെ അകത്ത് കയറ്റിയിട്ട് കാണിക്കുമോ അല്ലെങ്കിൽ ആളെ പുറത്ത് എടുത്തിട്ട് അകത്ത് എടുത്ത് കിളി കാണിക്കുമോ? ഇങ്ങനെയാണ് തമ്പായിക്കറിയാം. കണ്ടോ? എൻ്റെ പൊന്നെ, ഇതിൻ്റെ അകത്ത് കയറുന്ന പുഴുങ്ങി ചത്ത്. അപ്പോൾ ഈസിയുടെ പാനലൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ പോണേ. ഇനി അടുത്ത 2-3 ഈസിയുടെ പാനലും കൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പരിപാടി തീർന്നു. നമ്മുടെ പുറകിൽ ഊഷ്മളമായ ഒരു ഗാനമേള നടപ്പുണ്ട്. പക്ഷെ 10 ആയിട്ടില്ല. 10 മീൻസ് മാക്സിമം 8-9 പേരെങ്കിലും കാണും. ഇതാണ് നമ്മുടെ ഗായിക. അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. സമയം എത്രയായി? എൻ്റെ അപ്പച്ചേ. അങ്ങനെ 3-ാം ദിവസം പരിപാടി ഫുള്ള് സെറ്റായി. ഇതാണ് ഇവിടുത്തെ കളറാക്കാനുള്ള പരിപാടി. ഒരു പാമ്പ് കുഞ്ഞ് ഇവിടെ ഉണ്ട്. ഒരു പാമ്പുണ്ട്, ഒരു വലിയ തൊത്തിയുണ്ട്. തത്തേനെയൊക്കെ കാണിച്ചിട്ട് തത്തക്കുട്ടി. പിന്നെ കുറേ കാടുണ്ട്, കുറേ കിളികളുണ്ട്. ശരിക്കും ഇതിനൊക്കെ പറത്തി വിടും ഇവിടെ. ഫുൾ സീൽ പ്രൂഫാണ്. അതായത് കിളിയൊന്നും പുറത്ത് പോകില്ല. അമ്മാതെ ക്ലീൻ സീല. കിളിനാദം. ഇതാണ് ആ കിളിനാദം. ഏത് കിളികൾ? ഇത് വെള്ളക്കിളി, ലമ്പക്കിളി. ഇതിനകത്തൊക്കെ അങ്ങനെ ഫുള്ള് അയച്ചിടും. കിളീനെയൊക്കെ ഫുള്ള് അയച്ചിട്ട് അങ്ങനെ പാരപ്പറന്ന് നടക്കുന്ന വിഷ്വൽസ് അത് വേറെ ഏതെങ്കിലും യൂട്യൂബർമാർ ഇടയിരിക്കും. പക്ഷെ എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് നാളെ പരിപാടി. AC ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഈ കമ്പനിയുടെ പേര് വെച്ചിട്ട് ഷർട്ട് ഇട്ടൊരു പുള്ളി നടത്തുന്നുണ്ട്. ഈ റെഡല്ല, ശേ ഇതേ REC Pro. ഇവിടെ ഉണ്ടാവും. നമ്മുടെ ബാലൻസ് എന്ന പൈപ്പൊക്കെ നമുക്ക് കൊണ്ടുപോയി അടുക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇതാണ് നമ്മുടെ സ്റ്റാളുകൾ എന്ന് പറയുന്നത്. ഇവിടെ പല ആൾക്കാർ പല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പല രീതിയിൽ വിൽക്കണം. അതായത് ഓഫർ പ്രൈസിൽ വെക്കുന്നുണ്ട്, റിട്ടേൽ പ്രൈസ് വെക്കുന്നുണ്ട്, മോഹവിലൊക്കെ വെക്കുന്നുണ്ട്. സാധനം റയറാണ്. ഇവിടെ പാലക്കാട് നിന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ടല്ലോ, അച്ചാറൊക്കെ ഇട്ട്. ആ പുള്ളിക്കാരത്തെ ഞാൻ എടുക്കാൻ മറന്നു. പക്ഷെ പറയാം, ഞാൻ ചേച്ചി വീഡിയോ കാണണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ. അപ്പോൾ ഇത് കട്ടിലിൻ്റെ സെക്ഷൻ. കട്ടിലിൻ്റെ പല വെറൈറ്റീസ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ പട്ടിക്കൂട്ടൻ. ഈ പട്ടിക്കൂട്ടൻ എല്ലാ ഫെസ്റ്റിവലിനും ഇതേപോലെ തന്നെ പ്രോഗ്രാംസിനും ഇതേപോലെ അരിഞ്ഞ് കിടപ്പുണ്ടാകും എവിടെയെങ്കിലൊക്കെ. സാധനത്തിന് ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ കണ്ട കാര്യം. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട് സംഭവം. വെറൈറ്റിയാണ്. ഒരു ചാട്ടമൊക്കെ ചാടിനെടുക്കാൻ ഈ സാധനം ചാടുന്നത് നമ്മൾ ഓർക്കുമ്പോൾ താഴെ പോകുന്നത് ഇല്ല. പക്ഷെ അടിപൊളിയാണ്. ഇതാണ് അവിടുത്തെ അട്രാക്ഷൻ, മെയിൻ അട്രാക്ഷൻ. നമ്മുടെ ലിച്ചിയാണ്. നമ്മുടെ സിനിമ നമ്മുടെ ലിച്ചിയായിരുന്നു ഉദ്ഘാടനം. പക്ഷെ ഉദ്ഘാടന സമയത്ത് എനിക്ക് പോയി കാണാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഏതോ ഒരു ഏസിയുടെ മൂട്ടിലായിരുന്നു. നമ്മുടെ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ച് ഭയങ്കര യൂണീക്കായിട്ട് കുറച്ച് മോഡൽസൊക്കെ വെച്ചിട്ടായിരുന്നു ഇവർ ഇത് അറേഞ്ച് ചെയ്ത് വെച്ച്. ഇത് ലോങ് ഷോട്ടൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കാണാൻ. ഇതിപ്പോൾ വയ്യ, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ വയ്യ. അപ്പോൾ പണി കഴിഞ്ഞ് ഓൾറെഡി ടയർഡായി. സെറ്റപ്പ് സ്ഥലങ്ങളാണ് ഈ കാണുന്ന ആർച്ചുണ്ടോ. ഇതിനകത്ത് ശരിക്കും ഒരു ഊഞ്ഞാലൊക്കെ വരും. ഊഞ്ഞാലവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് തരും. ഇത് സാധനമാണ് ലൗച്ചിനെ പുള്ളിന് ഫോട്ടോഷൂട്ടിന് ബെസ്റ്റാണ്. കുറച്ച് ആംഗിളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തൊക്കെ പോയി. എവിടെയെങ്കിലൊക്കെ നമുക്ക് ചെറിയ ഷോട്ടൊക്കെ ഇട്ടിടാം എന്ന് ഓർത്തിട്ട് വെച്ചു. പക്ഷെ ഇതിനകത്ത് ആളില്ല, സബ്ജക്റ്റ് ഇല്ല എടുത്ത് വെക്കാൻ. ഞാൻ ഇട്ടങ്ങട് അങ്ങനെയുണ്ട്. ഇരിപ്പറ്റില്ല. 3ാമത്തെ സെക്ഷൻ ഇവിടെയുണ്ട്. ഇവിടെയാണ് കണ്ണട ഇരിക്കുന്നത്. ഇന്നലെ കാണിച്ചില്ല. ഞങ്ങളിങ്ങനെ വിടവാങ്ങുകയാണ്. സുഹൃത്തുക്കളെ വിധവാങ്ങുകയാണ്. വിധവാങ്ങ അതന്നെ നിയറസ്റ്റ് റൂം. എന്താ പേരല്ലേ നിയറസ്റ്റ് റൂം. ഇതേ അമ്പാരി. ഇന്ന് ഞങ്ങൾ അന്ന് 3 ദിവസം മുന്നേ വന്നപ്പോൾ അമ്പാരിനെ കണ്ടോണ്ടാണ് വന്നത്. അതായത് റൂമിലേക്ക് കിട്ടും.
ഏകദേശം ഈ സമയത്താണ് ഞങ്ങൾ ആ ഫസ്റ്റ് ഡേ വർക്ക് കഴിഞ്ഞ് വന്നത്, വൈൻഡപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞു. നാളെ കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നാളത്തെ കൂടെ വർക്കില്ല. സോ പോന്നു. ഇയാളേതാ എൻ്റെ അത് മുന്നിലടക്കണം. അപ്പോൾ നമ്മളാ മെയിൻ ആള് എന്നൊക്കെ പറയും. വഴിയെ പരിചയപ്പെടാം.